ഹലോ ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിലേക്ക് അശ്വിൻ വരികയാണേ. അമ്മായി അശ്വിനെ കണ്ടപ്പോൾ തന്നെ മോനൊന്ന് അവിടെ നിന്ന് ശ്രുതിയെ കാണാനാണെങ്കിൽ ഇവിടേക്ക് വരണമെന്നില്ല. അതെന്താ അമ്മായി അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് സമ്പത്തില്ല, അത് മോൻ അറിഞ്ഞുകൊണ്ടല്ലേ അവളെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് എന്നൊക്കെ ഇങ്ങനെ അശ്വിനോട് ചോദിക്കുമ്പോൾ അശ്വിൻ ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായില്ലേ, എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾക്ക് ഞങ്ങളുടെ കുറ്റവും കുറവുകളും ഒക്കെ ബോധ്യപ്പെട്ടത് എന്നങ്ങ് ചോദിക്കുന്ന നേരം നമ്മുടെ അശ്വിൻ പറയും, അമ്മായി ഇതെന്തൊക്കെയാ പറയുന്നത്, എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ, മനസ്സിലാവുന്നില്ലെങ്കിൽ നിന്റെ അച്ഛമ്മയോട് പോയി ചോദിക്കുക, അവർ പറഞ്ഞു തരും ഞങ്ങളുടെ കുറ്റവും കുറവും ഒക്കെ. ഓ, അച്ഛമ്മ ഇവിടെ വന്നിരുന്നോ, എന്നിട്ട് അതെന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കട്ടോ അശ്വിൻ. പ്രീതിയുടെ കാര്യമാണെങ്കിൽ മോൻ്റെ അനിയൻ പെണ്ണ് തെരഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ടല്ലേ അവളെ കല്യാണം കഴിപ്പിച്ചത്. ശ്രുതിയുടെ കാര്യമാണെങ്കിൽ ഞങ്ങളെ ആരും അറിയിക്കാതല്ലേ മോൻ വിവാഹം കഴിച്ചത്, എന്നിട്ട് അതൊക്കെ ഞങ്ങളുടെ അയോഗ്യതയാണ് പോലും, അതും മനുഷ്യൻ കേട്ട അറയ്ക്കുന്ന ഭാഷയിലാണ് മോൻ്റെ അച്ഛമ്മ അത് പറഞ്ഞത് എന്ന് പറയുമ്പോൾ അശ്വിൻ ഒന്നും മിണ്ടാതെ ശ്രുതിയെ ഇങ്ങനെ നോക്കുക കേട്ടോ. ശ്രുതിയെ കണ്ടതും പെട്ടെന്ന് തന്നെ നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് അങ്ങ് പോവാണ്. ശ്രുതി അച്ഛമ്മ വന്നതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, ഇനിയിപ്പോൾ അറിഞ്ഞിട്ടും പറഞ്ഞിട്ടും ഇപ്പം എന്താ കാര്യം, ഇവള് നിങ്ങളുടെ വീട്ടിൽ കഴിയാൻ ഒരു യോഗ്യതയില്ല എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി അവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി മോളെ ഞാൻ അങ്ങോട്ടേക്ക് വിടുന്നുമില്ല എന്ന് പറയാം കേട്ടോ. ഇനി ഇവിടെ കാണാനായിട്ട് ഇങ്ങോട്ടാരും വരികയേ വേണ്ട. അതൊക്കെ പറഞ്ഞത് അച്ഛമ്മയല്ലേ, അല്ലാതെ ഞാനല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അശ്വിൻ. ശ്രുതിക്ക് എൻ്റെ ഭാര്യയാവാൻ വേണ്ടിയിട്ട് ഒരു യോഗ്യത കുറവും ഇല്ല എന്ന് അശ്വിൻ പറയുന്ന നേരത്ത് നമ്മുടെ അമ്മായി പറയും, ഇതൊക്കെ ഇപ്പം നിങ്ങൾ പറയും, വീട്ടിൽ ചെന്നാൽ അച്ഛമ്മ പറയുന്നതും കേട്ട് നിങ്ങൾ അങ്ങ് നിൽക്കും, പിന്നീട് ഞങ്ങൾ തന്നെയാണ് നാണം കെടുന്നത്, അതുകൊണ്ട് ഇനി ഒരു ഭാഗ്യപരീക്ഷണത്തിനില്ല എന്ന് പറയാൻ കേട്ടോ അമ്മായി. അപ്പോൾ നമ്മുടെ അശ്വിൻ പറയും, അമ്മായി എനിക്ക് ശ്രുതിയോട് അല്പം സംസാരിക്കണം, എൻ്റെ കൃഷ്ണ ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോകുന്നത് എന്നും പറഞ്ഞ് അമ്മായി അകത്തേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുകയാണ് അശ്വിൻ. എന്നിട്ട് ചോദിക്കും, ഇതെന്താ മുഖത്തൊരു പാട്? അത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി കുറച്ച് മുന്നോട്ട് അങ്ങ് നടക്കുവാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ കൈ അങ്ങ് പിടിച്ച് നിർത്തിയിട്ട് ചോദിക്കും, നിന്നോട് ചോദിച്ചത് കേട്ടില്ലേ, ഇതെന്ത് പറ്റിയതാണെന്ന്? അത് അമ്മ തല്ലിയതാ, എന്തായിരുന്നു കാരണം എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. താനത് പറഞ്ഞില്ലെങ്കിലും എനിക്കത് ഊഹിക്കാം, അച്ഛമ്മ വന്നു പോയതിന് തന്നെ ശിക്ഷിച്ചു, അത്രയല്ലേ ഉള്ളൂ, തൻ്റെ അമ്മ എവിടെ, എനിക്കതൊന്ന് ചോദിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ചോദിക്കുന്നുണ്ട്, വേണ്ട സാർ, അമ്മയോട് അതേക്കുറിച്ചൊന്നും ചോദിക്കണ്ട, ചോദിക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും, വല്ലവരും ചെയ്ത തെറ്റിന് തന്നെയാണോ ശിക്ഷിക്കുന്നത്, അല്ലെങ്കിലും അമ്മയെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല, എൻ്റേതൊരു കോൺട്രാക്ട് വിവാഹമാണെന്ന് അമ്മ ഇപ്പോഴല്ലേ അറിയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അശ്വിന് വല്ലാതെ തോന്നുകയാണ് കേട്ടോ. എല്ലാം അറിഞ്ഞപ്പോൾ അവരുടെ മനസ്സങ്ങ് പിടിവിട്ട് പോയി കാണും, അതിന് അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അപ്പോഴേക്കും ശ്രുതിയുടെ അമ്മയും കൂടെ അങ്ങോട്ടേക്ക് വരികയാണേ. ആൻറ്റി, സംഭവിച്ചതിനെല്ലാം ഞാൻ ക്ഷമ പറയുന്നു, ഇനി ഒരിക്കലും ശ്രുതിയെ ദ്രോഹിക്കരുത്. ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ആചാരം പോലെ നാളെ ശ്രുതിയെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് എത്തും. ഇത് കേൾക്കുന്ന അമ്മായി പറയും, അശ്വിൻ മോനെ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്, ഇനി അങ്ങനെ ഒരു പെണ്ണ് കാണലും ഒരു നാടകത്തിനും ഞങ്ങളില്ല എന്ന് പറയാൻ കേട്ടോ അമ്മായി. അതേസമയം മോൻ്റെ അച്ഛമ്മ വന്നിട്ട് ഞങ്ങളോടൊക്കെ നല്ല രീതിയിലാണ് സംസാരിച്ചത്. ആ സമയത്താണ് മോൻ ഇത് വന്ന് പറയുന്നതെങ്കിൽ ഞങ്ങൾക്കൊരു സന്തോഷം ഉണ്ടായിരുന്നേനെ. ഇതിപ്പോൾ എല്ലാം കഴിഞ്ഞ് ഒരു മാപ്പ് പറച്ചിലോട് കൂടി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ക്ഷമിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയാൻ കേട്ടോ അമ്മായി. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും നാളെ എൻ്റെ വീട്ടുകാർ ഇങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ അങ്ങ് ഇറങ്ങി പോവാണ് കേട്ടോ. ഇത് കേട്ട് നമ്മുടെ പ്രമീളയാണെങ്കിൽ സ്തംഭിച്ചിങ്ങനെ നിൽക്കുവാണേ.